പാലക്കാട് എന്തോ സംഭവിക്കുന്നു. പാലക്കാട് 858 വോട്ടുകൾക്ക് NDA സ്ഥാനാർത്ഥി മുന്നിലായിട്ട് ഇപ്പോൾ കുറെ അധികം സമയം കഴിഞ്ഞു അല്ലേ? ഞാനിത് കണണ്ടർ എന്ന് പറയുമ്പോൾ എന്നെ കളിയാക്കി. സോറി ഇതാണ് റിയൽ കണണ്ടറം. യഥാർത്ഥ രാഷ്ട്രീയ പ്രതിസന്ധി എന്നോ രാഷ്ട്രീയ ദശാസന്ധി എന്നോ രാഷ്ട്രീയ കുണ്ടാമണ്ടി എന്നോ എന്ത് പറഞ്ഞില്ല അല്ലേ? പാലക്കാട് എന്ത് സംഭവിക്കുന്നു ഇത് നമുക്ക് മനസ്സിലാവുന്നില്ല. പാലക്കാട് പിടിവരുന്നില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജോയി KP പറഞ്ഞത് SKL യൂട്യൂബ് കണക്കൊന്ന് പറയാമോ? 24 ജയവും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ 2 ലക്ഷം കടന്നു, ഏതാണ്ട് 2,10,000. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2,10,000 എന്നുള്ള നമ്പറിലാണ് യൂട്യൂബ് പോകുന്നത്. നിങ്ങളൊന്ന് അപ്ഡേറ്റ് സെൻട്രൽ ന്യൂസ് പ്ലീസ് അപ്ഡേറ്റ് മീ. 2,10,000 ആളുകളിലധികം ഇപ്പോൾ യൂട്യൂബിൽ നമ്മുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. യൂട്യൂബിൽ മാത്രം 2,16,000. 2,1,6,0,000 ഒരുപാട് 2,16,000 ആണ് ഇപ്പോൾ യൂട്യൂബിലെ പ്രേക്ഷകർ. അപ്പോൾ എനിക്കറിയാം നിങ്ങൾ അത് പറഞ്ഞിട്ട് കുറച്ച് പ്രേക്ഷകർ ഇപ്പൊ അങ്ങ് ഇറക്കിപ്പോയി. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാലേ, ഈ പാലക്കാട് 858 ചേലക്കാട് 2,583 നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര സമയമായി? അതിനൊരു ആശങ്കയില്ലേ? ഇത് നമുക്ക് എനിക്ക് അതിലും വലിയ ആശങ്ക. ഞാൻ ആശങ്കയുടെ പിച്ചാത്തി മുന്നേ കയറി ഇരിക്കാൻ കുറെ നേരമായി. ഓക്കെ, പിച്ചാത്തി മുന്നിലേക്ക് കയറി ഇരുന്നുള്ള അവസ്ഥ കാശ്മീരിക്കറിയാം. അത് വേണ്ട, പിച്ചാത്തി മുന്നിൽ ഇറങ്ങുന്നു. ഉത്കണ്ഠയുടെ പിച്ചാത്തി മുന്നിൽ കയറി ഇരിക്കുന്നതിൽ നിന്ന് ഞാൻ മാറുന്നു. അപകടം വേണ്ട. എത്ര നേരമായി നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കാര്യം പാലക്കാട് NDA സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 858 ലീഡ് ഭൂരിപക്ഷമല്ല ലീഡ് 858. അതിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് 858 വായിച്ച് നമ്മൾ തളരുന്നു അല്ലേ?